我没空单说谢谢。不用不用，我会跟他说的。taxi， 过去，快走吧。拜拜，拜。ആദ്യം അമ്മാവൻ, പിന്നെ അനന്തരവൻ. സാരമില്ല, നമ്മൾ അനുവദിച്ചാലല്ലാതെ മറ്റൊരാൾക്ക് നമ്മളെ ചതിക്കാൻ കഴിയില്ലെന്ന് എവിടെയോ വായിച്ചത് ഓർമ്മയുണ്ട്. തെറ്റെൻ്റെയാണ്, വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ പെൺകുട്ടി ഇപ്പം എവിടെയുണ്ട്? സത്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് മുകുന്ദേട്ടൻ എങ്ങനെ പ്രതികരിക്കാന്നറിയാത്തോണ്ട് ഇങ്ങോട്ട് വിളിച്ചില്ലെന്നേ ഉള്ളൂ. മായ,对不起，我什么都不知道。മുകുന്ദേട്ടൻ വിചാരിക്കണ പോലെ ഇവള് കമ്മ്യൂണിസ്റ്റ് ആര്യൊന്നും അല്ല. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ സമരം ചെയ്തതിന് പോലീസുകാരെ പിടിച്ച് തല്ലി ചതച്ചു ഇവളുടെ ബോയ്ഫ്രണ്ടിനെ. ശരീരം തളർന്നു കിടക്കണ അയാളെ ചികിത്സിക്കാനുള്ള കാശുണ്ടാക്കാനാ ഇവള് ദുബായിലെത്തിയത്. ഇപ്പോ കമ്മ്യൂണിസം എന്ന് കേട്ടാലേ ഇവൾക്ക് കലിയാ. സഖാവ് കൃഷ്ണപിള്ള EMS ഒക്കെ സ്വന്തം വീട്ടിലെ കാരണവന്മാരെ പോലെയാണെന്ന് പറഞ്ഞിട്ടിപ്പോ ചൈനീസ് ഭാഷ അറിയാവുന്നതിന്റെ ബലത്തില് ആ സിദ്ധാർത്ഥം പറഞ്ഞ് ഫലിപ്പിച്ചായിരിക്കും ഇതെല്ലാം അല്ലേ? അവന്മാരൊക്കെ ഇപ്പൊ കരീമിന്റെ ഹോട്ടലിലുണ്ട്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മന്ത്രികരണന്റെ ഗൾഫ് സന്ദർശനം. പ്രശ്നങ്ങൾ പഠിക്കാനൊന്നുമില്ല, ഗൾഫ് മലയാളികളുടെ ഒരു പ്രധാന അസുഖമാണല്ലോ ഇടക്കിടക്ക് പ്രവാസി പുരസ്കാരം എന്ന് പറഞ്ഞ് ആരെങ്കിലും പിടിച്ചോണ്ട് വന്ന് പൊന്നില്ലാത്ത പൊന്നാടാ നീക്കലി. അതിനാ അയാൾ വരുന്നത്. അതെ, നാളെ ദേരയിലൊരു പ്രവാസി പുരസ്കാരത്തിന് ഞാൻ ആങ്കർ. നാളെ എത്ര മണിക്ക്? അങ്ങനെ കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടും പ്രവാസി ഇന്ത്യക്കാരുടെ ഇടയിൽ ഒന്നാമനായി മാറി ഈ നാടിന്റെയും സ്വന്തം നാടിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എന്റെ പ്രിയ സുഹൃത്ത് ശ്രീമാൻ കുഞ്ഞുണ്ണിയെ ആദരിക്കാനുള്ള ഈ ചടങ്ങിൽ അതിഥിയായി എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം. കാര്യങ്ങളൊക്കെ അൻവർ പറഞ്ഞു. ഈ ഒളിച്ചോട്ട് എന്തിനായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. മുകുന്ദ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? പോട്ടെ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹാളിൽ മന്ത്രി കർണന്റെ പ്രസംഗം നടക്കുക. തൊരപ്പം കുഞ്ഞുണ്ണിക്ക് പൊന്നാട. അടുത്തതായി മലയാളികളുടെ അഭിമാനമായ ശ്രീ കുഞ്ഞുണ്ണിക്ക് പ്രവാസി രത്ന പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങാണ്. അതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കരുണനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ കുഞ്ഞുണ്ണിയെയും ക്ഷണിക്കുന്നു. പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ, ഈ ഊഷരമായ മരുഭൂമിയാണ് എന്നിലെ ബിസിനസ്സുകാരനെ വളർത്തിയത്, എന്നിലെ സാമൂഹ്യ പ്രവർത്തകനെ പ്രോത്സാഹിപ്പിച്ചത്. നിങ്ങളുടെ ഈ പ്രോത്സാഹനം എൻ്റെ കരളിനെ കുളിരണിയിക്കുന്നു. നന്ദി, 1000 നന്ദി. മലയാളിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് കവിത വരുന്നു. മലയാള മക്കളെയും വാത്സല്യം നുകരുമ്പോൾ മറക്കുന്നു ഞാൻ ഒട്ടകത്തിൻ ചവിട്ടും കള്ളിമുള്ളിനാലേറ്റ കീറലിൽ നീറ്റലും. പിന്നെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. എൻ്റെ ഏറ്റവും പുതിയ മ്യൂസിക് ആൽബം
ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകിലുള്ള കൗണ്ടറിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സംഗീത പ്രേമികളും അതിൻ്റെ ഓരോ കോപ്പി വാങ്ങി ഈ പാവപ്പെട്ട കലാകാരനെ അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പുതിയ ആൽബത്തിൻ്റെ പേര് പ്രണയ കല്ലോലിനി. നന്ദി, നമസ്കാരം. മുകുന്ദേട്ടാ, പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വന്ന മന്ത്രിസഖാവ് കരീമിന്റെ ഹോട്ടലുകാരെ നടത്തുന്ന ഡെസേർട്ട് ക്യാമ്പ് ഇന്ന് രാത്രിയിലേക്ക് ബുക്ക് ചെയ്തിരിക്കുക. 500 പേർക്കുള്ള ക്യാമ്പ് കുഞ്ഞുണ്ണു മുതലാലും മന്ത്രി കരുണനും ചേർന്ന് വെറും 25 ഗസ്റ്റുകൾക്കായിട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാ ബാക്കി 475 രൂപയുടെ കാശ് ചുമ്മാ കൊടുക്കുന്നു നടത്താം. ഏതോ വലിയ ഇരയെ പിടിക്കാനല്ലാതെ ഇങ്ങനെ ചെയ്യില്ലല്ലോ. ഹോട്ടലിൽ ഞങ്ങൾ വാച്ച് ചെയ്തപ്പോ വിദേശികളടക്കമുള്ള വമ്പൻ സ്രാവുകളാണ് സഖാവ് കരുണന്റെ വിസിറ്റേഴ്സ്. നമ്മുടെ പാർട്ടിക്ക് ഗൾഫിൽ നല്ല വളർച്ചയാണ് മുകുന്ദേട്ടാ. ഏതായാലും ഞങ്ങൾ ചില ശ്രമങ്ങൾ നടത്തുക. മൂന്നാട്ട് വന്നേ, പറയാം. ഗുഡ് ഈവനിങ്. പിന്നെ വിളിക്കേ പ്ലീസ്. Thank you. താങ്ക് യു മാഡം. Thank you so much. പ്ലീസ്. ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. പാർട്ടിയെ കൺവിൻസ് ചെയ്യിക്കണം, പ്രതിപക്ഷത്തിന്റെ വായടയ്ക്കണം, പിന്നെ ഇങ്ങനെ ഒരു റയ മെറ്റീരിയലിന്റെ ഡീലിംഗ് ആവുമ്പോ പൊതുജനങ്ങളെയും പേടിക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു റിസ്ക് ആണ് എടുക്കുന്നത്. പിന്നെ കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് കരുതിയാണോ ഈ ഡീലിൽ ഇറങ്ങി പുറപ്പെട്ടത്? ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് തുറപ്പിച്ചാൽ തന്നെ ഈ സായിപ്പ് പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നുള്ളതിന് എന്തോ ഉറപ്പ്? കാരണം ഞാൻ അതൊക്കെ ഈ സായിപ്പോട്ട് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. നിങ്ങൾ പേടിക്കാതിരി, പ്രതിപക്ഷത്ത് ഞങ്ങളൊക്കെ തന്നെയല്ലേ. തുടക്കത്തിൽ ഞങ്ങൾ കുറെ ഒച്ചമ്പോളൊക്കെ ഉണ്ടാക്കും. അതെ, ആ തീ കിടത്തുന്ന കാര്യം നമ്മളേറ്റു. Be careful. You know where to keep it, right? Okay, Adu. Any problem? there is no problem. On the whole, he is taking a big risk. So the understanding between us is very important. Everything should be prompt and perfect. We discussed it and decided everything is all right. Yeah. Yes, I know, but this problem. പറഞ്ഞത് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സായിപ്പ് കൊണ്ടുവന്ന കാശ് വാങ്ങി വെച്ചിട്ട് കൈ കൊടുക്കാറണ. ഡീൽ സൈൻ ചെയ്യാൻ സായിപ്പിനെ കേരളത്തിൽ കൊണ്ടുവരേണ്ട ഡേറ്റ് നാട്ടിൽ ചെന്നിട്ട് എന്നെ അറിയിച്ചാൽ മതി. പ്ലീസ് ഗിവ് ഇറ്റ് മാഡം. Okay. Here you go. Thank you. Thank you, madam. Everything success. സിദ്ധാർത്ഥ, എഴുന്നേൽക്കടാ. ഇവിടെ ചായയും വെള്ളം തരാനൊന്നും ആരുമില്ലേ? ആരെയും കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? കരിമുക്ക, ഇയാളിത് എവിടെ പോയി കിടക്കും? കരിമുക്ക, നമ്മൾ വന്ന വണ്ടികൾ കാണുന്നില്ലല്ലോ. എന്താ ജോലിക്കാരെ ആരെയും കാണുന്നില്ല. വന്ന വണ്ടികളും കാണുന്നില്ല. എന്താ കഥ? എന്റെ മൊബൈൽ ഫോണും കാണുന്നില്ല. സിദ്ധാർത്ഥ, ടൂർ ഓപ്പറേറ്ററെ വിളിച്ച് 4 തെറി പറ. മരുഭൂമി കൊണ്ടുവന്നിട്ട് തമാശ കാണിക്ക. അയ്യോ, എന്നെ മൊബൈൽ കാണുന്നില്ല. എന്റെ ഫോണും കാണുന്നില്ല. ആരോട് ഫോണും കാണാല്ലോ എന്ന് പറഞ്ഞാൽ അതാരോ മനഃപൂർവ്വം ചെയ്ത പോലെ ഉണ്ടല്ലോ. നമ്മളിപ്പോ എന്ത് ചെയ്യും? നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ എല്ലാം ഏർപ്പാട് ചെയ്ത്? എന്നിട്ട് എന്നോട് ചോദിക്കുക. കരിമേ, കരിമേ, കരീം, കരിമേ, കരീം, കരീം.
ഇങ്ങോട്ട് വരട്ടെ. Irresponsible idiots. മൊബൈൽ ഇല്ലാത്തത് കൊണ്ട് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല അല്ലേ? മുകുന്ദ നീ എന്റെ പേര് മറന്നില്ല അല്ലേ? സന്തോഷം. മുകുന്ദനെ പറ്റി ഒരു വിവരമില്ലായിരുന്നല്ലോ. അന്വേഷിച്ചപ്പോ ഇറാഖിലോ മറ്റോ? ഏയ് ഇല്ല. സഖാവ് കരുണൻ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച സ്ഥലം വിട്ടിട്ട് ഞാൻ എവിടെ പോവാൻ? വാ, നമുക്ക് ആ തണലിൽ പോയിരുന്ന് സംസാരിക്കാം. എത്ര കാലമായി കണ്ടിട്ട്? വേണ്ട കരുണ, ഈ വെയിലും ഈ മണലും എനിക്ക് വളരെ പരിചയമായി കഴിഞ്ഞു. പാവപ്പെട്ട പ്രവർത്തകർ അടികൊണ്ട് ചോരതൊപ്പി ഉണ്ടാക്കി തന്ന പാർട്ടിയുടെ തണലിൽ സുഖിച്ച് ജീവിച്ച് ശീലിച്ച കരുണന് ഈ വെയില് താങ്ങാൻ ഇത്തിരി പ്രയാസമായിരിക്കുമെന്നറിയാം. മുകുന്ദൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കൊന്നുമില്ല മുകുന്ദേട്ടാ, അടിച്ച് കൊല്ലുക വേണ്ട വഞ്ചകനെ. ജീവിതകാലം മുഴുവൻ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞു നടന്ന സൊസൈറ്റി ഗോപാലൻ എന്ന പാവം മനുഷ്യനെ, എന്റെ അച്ഛനെ എങ്ങനെ ചതിക്കാൻ തോന്നി കരുണ നിനക്ക്? നിനക്കിപ്പ കിട്ടിയ ഈ കൂട്ടുകാരുണ്ടല്ലോ, അവരോടൊപ്പം ചേർന്ന് നീ നിന്നെ വളർത്തിയ പാർട്ടിയെയും കേരളത്തിലെ ജനങ്ങളെയും ചതിക്കുകയാണ്. അത് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. അച്ഛനോടും എന്നോടും ചെയ്തത് എനിക്ക് മറക്കാൻ പറ്റും. ചതിക്കപ്പെടുക എന്നുള്ളത് ഇപ്പൊ എനിക്കൊരു ശീലമായിരിക്കുന്നു. ഞാൻ എച്ചിൽ പാത്രം കഴുകിയുണ്ടാക്കിയ പണം നിന്റെ അനന്തരവൻ തട്ടിയെടുത്തു. അയ്യോ മുകുന്ദൻ എന്തായി പറയുന്നത്? ഞാൻ മിണ്ടരുത്. ഞാൻ അതും ക്ഷമിക്കുമായിരുന്നു. പക്ഷേ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ കുറ്റവാളിയാക്കിയതിന് ഈ നാട്ടിലുള്ള ശിക്ഷ നീ അനുഭവിക്കണം. പുറത്ത് പോലീസ് നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. എന്താണോ തന്റെ ഉദ്ദേശം? ഞങ്ങളെ വരട്ടാൻ മാത്രം താൻ വളർന്നെന്നാണോ വിചാരം? കേരളത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിനിസ്റ്ററാണെന്ന് കരുണൻ. ഞങ്ങളും അത്ര മോശക്കാരൊന്നും അല്ല, മനസ്സിലായിക്കോ? അറിയാം കുഞ്ഞുണ്ണി മുതലാളി, നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, മിടുക്കന്മാരുമാണ്. ഭൂഷ്വാസികളായ ചൂഷകർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയെ കുറച്ചൊക്കെ വരുതിയിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പണ്ടനുഭവിച്ച യാതനകൾക്കും പീഡനങ്ങൾക്കും പകരമായി തങ്ങൾക്കിനി കുറച്ചു കാലം സുഖിച്ച് ജീവിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന കരുണനെ പോലുള്ളവരെ വ്യാമോഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോടോ? മിണ്ടരുതെന്നറി മിണ്ടിയതിന്റെ നാവ് ഞാൻ അറിയും. കരുണ, സമരസഖാക്കളുടെ വിയർപ്പിന്റെയും കണ്ണീരിന്റെയും ഉപ്പാണ് നമ്മുടെ പാർട്ടി. ആ പാർട്ടിയുടെ നെഞ്ചത്ത് കസേരയിട്ടിരുന്നാണ് നീ ഇന്നലെ